കണ്ണൂരിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് ഗ്രൂപ്പ് പോര് ശക്തമാകുന്നു. കെ സുധാകരനെതിരെ എ വിഭാഗം പൊതുസമ്മേളനം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഐ ഗ്രൂപ്പ് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചതോടെ ഗ്രൂപ്പ് പോര് വീണ്ടും തെരുവിലെത്തി. പി രാമകൃഷ്ണനും കെ സുധാകരനും വീണ്ടും നേർക്കുനേർ പോരടിക്കുന്നത് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയാണ് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത്. പലയിടത്തും ലീഗുമായുള്ള അസ്വാരസ്യം തുടരുന്നത് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് ദോഷകരമാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടെയാണ് ഇതിന് ആക്കം കൂട്ടിക്കൊണ്ട് കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പ് പോര് ശക്തമാകുന്നത്. പള്ളിക്കുന്ന് സഹകരണ ബാങ്ക് ഭരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഗ്രൂപ്പ് പോര് വീണ്ടും ശക്തമാകാൻ കാരണം. കെ സുധാകരന്റെ വിശ്വസ്തനായിരുന്ന പി കെ രാഗേഷ് ഉൾപ്പെടെയുള്ള ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് ഐ ഗ്രൂപ്പിനെതിരെ പൊതുസമ്മേളനം നടത്തി എ ഗ്രൂപ്പ് കരുത്തു കാട്ടിയിരുന്നു. ഇതിനെ പ്രതിരോധിക്കാനായി DCCയുടെ പേരിൽ ഐ ഗ്രൂപ്പ് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചതോടെ കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും കലങ്ങിമറിയുകയാണ്. രൂക്ഷമായ വിമർശനങ്ങളും ഭീഷണികളുമാണ് പി രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള എ വിഭാഗത്തിനെതിരെ ഐ ഗ്രൂപ്പ് നേതാക്കൾ യോഗത്തിൽ ഉന്നയിച്ചത്. ഈ നേതൃത്വത്തിന് ഒരു ക്ഷീണം വന്നാൽ അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ക്ഷീണമാണ്. അസൂയ കൊണ്ട് അല്ലെങ്കിൽ മറ്റു പലതും കൊണ്ട് ആരും ഇതിനെ എതിർക്കാൻ ശ്രമിച്ചാൽ, താഴ്ത്താൻ ശ്രമിച്ചാൽ, പരിഹസിക്കാൻ ശ്രമിച്ചാൽ, കൈ ചൂണ്ടാൻ ശ്രമിച്ചാൽ കൈപ്പത്തിയാണ് സത്യം. ആ കൈകൾ നമ്മൾ അറുത്തു മാറ്റും. ഇതിനിടെ ഇരുവിഭാഗങ്ങളും ചേരിതിരിഞ്ഞ് മുഖ്യമന്ത്രിക്കും KPCC അധ്യക്ഷനും പരാതികൾ നൽകുകയും ചെയ്തു. 6 മാസത്തിലേറെയായി പുകയുന്ന ഗ്രൂപ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇതുവരെയും KPCC കൈക്കൊണ്ടിട്ടില്ലെന്നതാണ് ഏറെ ശ്രദ്ധേയം. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ഗ്രൂപ്പ് പോര് രൂക്ഷമാകുന്നത് UDFന് കനത്ത തിരിച്ചടിയാകുമെന്ന നിലപാടിലാണ് മുതിർന്ന പ്രവർത്തകർ. സ്ഥിതി തുടർന്നാൽ പലയിടത്തും ഇരുവിഭാഗങ്ങളും വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മുസ്ലിം ലീഗും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും ഇക്കാര്യത്തിൽ ആശങ്ക അറിയിച്ചിരുന്നുവെങ്കിലും പരിഹാര നടപടികൾക്ക് KPCC തയ്യാറാകാത്തത് കണ്ണൂരിലെ ഗ്രൂപ്പ് പോരിന് ശക്തി പകരുകയാണ്. യദു നാരായണൻ, റിപ്പോർട്ടർ, കണ്ണൂർ.